നമ്മുടെ സൈഡിന്റെ ഇംഗ്ലീഷിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോം നമ്മുടെ ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകത്തിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ? യെസ്, അങ്ങനെയല്ല. ആക്ച്വലി ആ ഒരു പോം അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആ പോത്തിലെ പോയിന്റ് ഡിവൈസസ് ആണ്. നമ്മൾ പോയിന്റ് ഡിവൈസസ് ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മിസ് ജസ്റ്റ് എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മൾ പോം എഴുതുമ്പോൾ അല്ലേ, നമ്മൾ കവിത എഴുതുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെ, അതിൻ്റെ ഒരു എന്താ പറയുക ഇൻറ്റൻസിറ്റി വായനക്കാർക്ക് കൂടുതൽ മനസ്സിലാകാനും അതിൻ്റെ തീം ഉൾക്കൊള്ളാനൊക്കെ വേണ്ടി നമ്മുടെ പോയിറ്റ്സ് ചില എന്ത് ചെയ്യും, ചില ടിപ്സ്, ചില കാര്യങ്ങൾ എന്ത് ചെയ്യും അതിൽ യൂസ് ചെയ്യും അല്ലേ. ചില ലൈൻസ്, ചില വരികൾ അവരെന്ത് ചെയ്യും വീണ്ടും വീണ്ടും യൂസ് ചെയ്യും. പിന്നെ നമുക്ക് റൈമിംഗ് വേർഡ് പോലുള്ള ഒരേപോലെ തോന്നിക്കുന്ന അല്ലെ, താളത്തിന് വേണ്ടി ഒരേപോലെ തോന്നിക്കുന്ന വേർഡ്സ് ഒക്കെ അവർ എഴുതും. ഇങ്ങനെ ഒത്തിരി ടിപ്സ് എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ പോയിറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ടിപ്സ് നമ്മൾ എപ്പോഴും എന്ത് പറയാം, പോയിന്റ് ഡിവൈസസ് എന്ന് പറയും, ടൂൾസ് ആണ് അവർ. ഓക്കെ, അപ്പൊ ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ ഒരു 7th സ്റ്റാൻഡേർഡ് to 8th സ്റ്റാൻഡേർഡ് നിങ്ങൾ പോകുന്ന സമയത്ത് 7 to 8ലേക്ക് നിങ്ങൾ കടക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഏറ്റവും എന്താ പറയുക പോം എപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, ആക്ച്വലി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോയിന്റ് ഡിവൈസ് എന്ന് പറയുന്നത് അലിട്രേഷനും റിഫ്രെയിനുമാണ്. ഓക്കെ, അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഡിവൈസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അലിട്രേഷൻ. അതേപോലെ തന്നെ റിഫ്രെയിൻ വളരെ ഈസിയാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ആക്ച്വലി അതിന് മുൻപ് നിങ്ങൾക്ക് ആയിട്ട് മറ്റൊരു കാര്യം മിസ് പറയട്ടെ. നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സിലെ 6 and 7 നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വജ്ര ബാച്ചും അതേപോലെ നമ്മുടെ ക്ലാസ് 7 അവഞ്ചേഴ്സ് ബാച്ചും അല്ലേ. ഈ ഒരു ബാച്ചിനെ കുറിച്ച് എന്താണ് ജസ്റ്റ് ഒന്ന് മിസ് ഒന്ന് പറയാം. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടേ. നോക്കി, ഇവിടെ എക്സ്പീരിയൻസ് ആൻഡ് ഫാക്കൽറ്റീസ്, അത് പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയാനില്ല. 1 മാസ് ടീം ഓഫ് യുവർ ടീച്ചേഴ്സ് അത് അല്ലേ. നെക്സ്റ്റ് 1 റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ്. നിങ്ങൾക്കറിയാം നമ്മുടെ ആപ്പിൽ എന്തുണ്ട്, നിങ്ങളുടെ പുസ്തകവും അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഓൾറെഡി ഉണ്ട്. അതിന് പുറമെയാണ് നമുക്ക് എന്താ നമ്മൾ ഈ വരുന്ന ലൈവ് ക്ലാസ്സസ് അല്ലേ. നെക്സ്റ്റ് 1 ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. നിങ്ങൾ സംശയങ്ങൾ എന്താണ് ടീച്ചേഴ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സംശയങ്ങൾ അത് തീർക്കുന്നുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് ലൈവ് ആൻസർ ഡിസ്കഷൻ. നമുക്കറിയാം നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ചാപ്റ്റർ വൈസ് നടത്താറുണ്ട് അല്ലേ. അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ എന്ത് ചെയ്യാറുണ്ട്, അന്ന് വൈകുന്നേരം ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സ്ലൈഡ്സ് നോട്ട് ആഫ്റ്റർ എവറി ക്ലാസ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, നിങ്ങളുടെ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് ആൻഡ് സ്ലൈഡ്സ് ആണ്. നോക്കൂ, നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ എക്സാമിനൊക്കെ സമയത്ത് ഒത്തിരി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബണ്ടിൽ എന്ത് ചെയ്യും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജനറൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ്, നിങ്ങൾക്ക് അത് മാത്രമല്ല ഒത്തിരി ക്യൂരിയോസിറ്റി നിറങ്ങിയ സയൻസ് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എന്തുണ്ട് നിങ്ങളുടെ ആപ്പിൽ ലഭ്യമാണ്. എന്ത് ചെയ്യുക, ഒന്നും ആലോചിച്ച് നിൽക്കേണ്ട, വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഈ പറയുന്ന വളരെ കുറഞ്ഞൊരു എമൗണ്ടേ ഉള്ളൂ. 1 ഇയറിലേക്കാണ് നിങ്ങൾക്ക് എന്ത് 1999 വരുന്നത്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കാം. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു അവർ പോം. നമ്മൾ വീണ്ടും പോയത്തിലേക്ക് നമ്മളിവിടെ തിരിച്ചു വരാണ്. നോക്കൂ, ഇവിടെ ആക്ച്വലി വാട്ട് ഇസ് ദ ക്വസ്റ്റ്യൻ ഗിവൺ ഹിയർ. Read the following lines from the poem from another poem. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് വേറൊരു പോമാണ്. ദ സാൻസ് ഓഫ് ജി എന്നാണ് പോയത്തിന്റെ പേര്, ബൈ ചാൾസ് കിങ്സ്ലി. ചാൾസ് കിങ്സ്ലിയുടെ എന്താണ് ദ സാൻഡ് ഓഫ് ജി എന്ന് പറയുന്ന ഒരു പോയത്തിൽ വളരെ കുഞ്ഞു വരികൾ എന്ത് ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ട്, ഒരു സ്റ്റാൻസ. ഈ സ്റ്റാൻസ് നമ്മളൊന്ന് വായിക്കുക. ഇതെന്താണ്, മേരിയോട് എന്താ പറയുന്നത്, കുഞ്ഞാടുകളിലെ ആടുകൾ എന്ത് ചെയ്യാൻ പറയണേ, വീട്ടിലേക്ക് തിരിച്ചെന്താണ് വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി പറയണം. ഓ Mary, go and call the cattle home. And call the cattle home. Again, ഇവിടെ third line എന്താ റിപ്പീറ്റ് ചെയ്തത്, and call the cattle home across the sands of G അല്ലേ. അപ്പൊ മേരിയോട് എന്താ പറയുന്നത്, കാറ്റൽസിനൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിലേക്ക് എന്താണ് വിളിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത്. Now and the phrase, ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ സ്റ്റാൻസ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാൻസ് നോക്കുമ്പോൾ നമുക്കിവിടെ the phrase and call the cattle home എന്ന് പറയുന്ന ഫ്രേസ് എന്ന് പറയുന്ന വരി is used 3 times, 3 പ്രാവശ്യം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, 3 പ്രാവശ്യം. ഓക്കെ, നോക്ക്, അങ്ങനെയുള്ള റിപ്പീറ്റേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ റിഫ്രെയിൻ എന്ന് പറയാ. ഓക്കെ, മനസ്സിലായി. അതായത് ഒരു പോം നമ്മൾ നോക്കുമ്പോൾ, ഒരു സ്റ്റാൻസ് നമ്മൾ നോക്കുമ്പോൾ ഒരു വരി എന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിന് റിഫ്രെയിൻ എന്ന് വിളിക്കാം. ഇനി ഒരു വരിയിൽ ഉപയോഗിച്ച ഒരു ഫ്രേസ്, ഒരു ഭാഗം, ഓക്കെ, ഒരു യൂസ് ഓഫ് സം വേർഡ്സ്, ഓക്കെ, അതും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ പ്രയോഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിഫ്രെയിൻ എന്ന് വിളിക്കാം. റിപ്പീറ്റേഷൻ ഓഫ് എന്താണ് സം ലൈൻസ് അല്ലെങ്കിൽ അതേപോലെ ഫ്രേസിനെ നമ്മൾ
എന്ത് വിളിക്കുക? റിഫ്രെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തേത് ഫസ്റ്റ് പോയറ്റിക് ഡിവൈസ് എന്ന് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ വി ഹാവ് ഹിയർ. നമുക്കിവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്താണ്? വാട്ട് ഇസ് ദറ്റ് ക്വസ്റ്റ്യൻ? ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ ലൈൻ വിച്ച് ഈസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോം? നമ്മളത് എന്താ ചോദിക്കുന്നത്? ഇവിടെ എന്താണ് നമ്മുടെ ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് എന്ന് പറയുന്ന പോയത്തിൽ നമ്മളടുത്ത് എന്ത് പറയുന്നുണ്ട്? ഒരു പോം എന്താണ് നമ്മൾ ഒരു വരി നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിഫ്രെയിൻ നമുക്കും ഉണ്ടല്ലേ? ഏതാണ്? നമുക്കറിയാം നമ്മുടെ പോയത്തിന്റെ ടൈറ്റിൽ മുതൽ ഹെഡിങ് മുതൽ ആ പോയം എൻഡ് ചെയ്യുന്ന അവസാനത്തെ വരി വരെ എന്താണ്? ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ആ വരി എന്ത് ചെയ്യുന്നുണ്ട്? ആ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഫ്രം ദ ടൈറ്റിൽ ടു ദ എൻഡ് ഓഫ് ദ പോം. സോ ദാറ്റ് ഇസ് ദ റിഫ്രെയിൻ. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ പോയത്തിലേത് റിഫ്രെയിൻ എന്നുള്ളത്. സോ ഹൗ ക്യാൻ വി റൈറ്റ് ദാറ്റ്? ആൻഡ് ഇൻ വണ്ടർ and in wonder and amazement I sing. അല്ലേ? സോ ഇത് തന്നെയാണ് എന്ത് നമ്മുടെ പോയത്തിലെ റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിയേ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? അലിട്രേഷൻ ആണ്. ഓക്കെ, വാട്ട് ഇസ് അലിട്രേഷൻ? എന്താണ് ആക്ച്വലി അലിട്രേഷൻ പറഞ്ഞാൽ? നോക്കി, ഇവിടെ നമ്മുടെ പോയത്തിലെ ഫസ്റ്റ് സ്റ്റാൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദി സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, അമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ഇത് നമ്മുടെ പോയത്തിലെ ഫസ്റ്റ് സ്റ്റാൻസാ. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ തന്നിരിക്കുന്നത്? ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനീഷ്യൽ സൗണ്ട്. ആദ്യത്തെ വരെ ശ്രദ്ധിച്ചേക്കണേ മക്കളെ. ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനീഷ്യൽ സൗണ്ട്സ് ഈസ് repeated. Okay, so it's repeated in the sky, is repeated in the sun and stars also. അതായത് ഫസ്റ്റ് ലൈനിൽ സ്കൈ, സൺ, സ്റ്റാർസ്, വി ഹാവ് 3 words അല്ലേ? ഈ 3 വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം എന്താണ്? സ് സൗണ്ട് ആണ്. സ് and sound and again sound. അപ്പോൾ ഒരേ വരിയിലെ വാക്കുകളുടെ ഇനീഷ്യൽ സൗണ്ട് സെയിം കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? അലിട്രേഷൻ. നോക്കൂ, ദ റിപ്പീറ്റേഷൻ ആണത്. വീണ്ടും വീണ്ടും തുടരാണ്. എന്താ തുടരുന്നത്? ഓഫ് ഇനീഷ്യൽ, ആദ്യത്തെ ഇനീഷ്യൽ, ദ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, കോൺസണന്റ് സൗണ്ടിന്റെ ആദ്യത്തെ കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ഇൻ ദ സെയിം ലൈൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെയിം ലൈനിലെ വേർഡ്സ് ആയിരിക്കണം. ഓക്കെ, ആ വേർഡ്സിന്റെ ആദ്യത്തെ അക്ഷരവും കോൺസണന്റ് സൗണ്ടും ആ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സും. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? അലിട്രേഷൻ എന്ന് നമ്മൾ വിളിക്കാം. ഇനി നമ്മൾക്ക് ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ പോയത്തിൽ വേറെ ഏതാണുള്ളതെന്ന് ചോദിക്കുന്ന അലിട്രേഷൻ അല്ലേ? നോക്ക് ഇവിടെ, വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ് ലാൻഡ്. നമുക്കറിയാം വ് എന്ന് പറയുന്ന സൗണ്ട് ഇസ് കോൺസണന്റ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾ അല്ലേ? വ്, and sound is consonant sound. A-E-I-O-U അല്ലല്ലോ. അപ്പോൾ this is consonant sound. ഇവിടെ എന്താണ്? ആദ്യം ഫസ്റ്റ് ലെറ്റർ അല്ലേ? 3 തുടക്കമല്ലേ? അതെന്താണ്? ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. നോക്ക് നിങ്ങൾ അടുത്ത് നോക്ക് നിങ്ങൾ. I have been startled by the flowers fragrance. F is repeated. ഓക്കെ, ഫസ്റ്റ് സൗണ്ട് ഇസ് റിപ്പീറ്റഡ്. ഒരേ വരിയിൽ വാക്കുകളുടെ ആദ്യത്തെ അക്ഷരമായി റിപ്പീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ നോക്ക് നിങ്ങൾ. ദേ ഹാവ് ഓൾ മാറ്റ് ഇൻ മൈ മൈൻഡ്. ഓക്കെ, മ് സൗണ്ട് ഈസ് റിപ്പീറ്റഡ്. മ് സൗണ്ട് again m and m അല്ലേ? 3 സ്ഥലത്തും എന്താണ്? m sound is repeated. next one നോക്ക് നിങ്ങൾ. the gifts of gladness, g sound is repeated. okay, g sound ആണ് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ these are the examples of the other alliterations which is used in the poem. ഇതാണ് നമ്മുടെ പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് alliterations. ഓക്കെ ആണോ? ഓക്കെ അല്ലേ ഇത്? സോ ഇതാണ് എന്ത്? നമ്മുടെ alliteration. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഡിവൈസസ് ആണ് ഇന്ന് ഇത് ആക്ച്വലി പഠിച്ചത്. ഒന്ന് റിഫ്രെയിൻ ആൻഡ് alliteration. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഇത്. നിങ്ങൾ എന്തായാലും എന്ത് ചെയ്ത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള പോംസ് വായിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ഡിവൈസസ് കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി യൂസ്ഫുൾ വീഡിയോ ഫോർ യു പീപ്പിൾ. ഇതേപോലുള്ള മറ്റുള്ള ആക്ടിവിറ്റീസ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നിങ്ങളുടെ അപ്കമിംഗ് ഡേയ്സിൽ എന്ത് ചെയ്യും? ഐ വിൽ ബി ബാക്ക്. അപ്പോൾ എന്ത് ചെയ്യുക? ബി വിത്ത് സാലം ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.